ഗ്യാസ് വില 400 രൂപയായിരുന്നപ്പോൾ സമരം ചെയ്തവരെ വില 1000 ആയപ്പോൾ കാണാനില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. തൊട്ടിൽപ്പാലത്ത് നടന്ന റോഡ് ഷോയോട് കൂടിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UPA കാലത്ത് പെട്രോളിന് ലിറ്ററിന് 70 രൂപ ആയിരുന്നത് ഇപ്പോൾ 110 ആയി. 40 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവർ 40 രൂപ വർദ്ധിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില താഴ്ന്നപ്പോഴും കേന്ദ്ര സർക്കാർ കുറച്ചില്ല. പെട്രോൾ വഴിയുള്ള അധിക നികുതി വേണ്ടെന്ന് വെക്കുന്നതിന് പകരം പെൻഷന് വേണ്ടി എന്നു പറഞ്ഞ് 2 രൂപ അധിക നികുതി ഏർപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ട് 7 മാസമായി. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. സംസ്ഥാനത്ത് ആദ്യമായി ശമ്പളം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. RC ബുക്ക് പോലും അടിക്കാൻ പണമില്ലാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തെ എത്തിച്ചു. ഇത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താവണം തെരഞ്ഞെടുപ്പെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സിലിണ്ടർ ഗ്യാസ് കൊടുക്കേണ്ടി വന്നപ്പോ എന്തെല്ലാം പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ തെരുവിൽ കണ്ടു. അന്ന് അടുപ്പുകൂട്ടി സമരം ചെയ്തവർ, അന്ന് തെരുവിൽ ഗ്യാസ് സിലിണ്ടറുമായി ഇറങ്ങിയവർ ഇപ്പൊ അതിനെ 1000 അടുപ്പിച്ചു. എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി? നോട്ട് നിരോധിച്ചിട്ട് എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയത്? കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്ന് വരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവസാനം SBIയിലെ കള്ളപ്പണം പോലും പുറത്തുവിടാത്ത തരത്തിൽ ഇവിടുത്തെ ഭരണകൂടം മാറി. ജനങ്ങൾക്ക് കൊടുത്ത ഏത് വാക്കാണ് പാലിച്ചിട്ടുള്ളത്? മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രയാസങ്ങളിൽ എവിടെയാണ് ഒരു ഇടപെടലും പരിഹാരം ഉണ്ടായിട്ടുള്ളത്? അവർക്ക് കൃഷി നടത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വന്നു അവസാനം അവരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന വന്യജീവി ആക്രമണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് ഒരു ഗവൺമെന്റിന്റെ ഇടപെടലുകളുള്ളത്? എന്നെ കേൾക്കുന്ന CPIMന്റെ നല്ലവരായ പ്രവർത്തകർ, നിങ്ങൾ ആലോചിക്കണം. 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോ 2 രൂപയുടെ സെസ്, ആ 2 രൂപയുടെ സെസ് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 7 മാസക്കാലത്തെ പെൻഷൻ മുടക്കിയവർക്കെതിരെ മുന്നണി നേതാക്കളായ മുഹമ്മദ് ബംഗ്ലത്ത്, ആവോലം രാധാകൃഷ്ണൻ, സൂപ്പി നരിക്കാട്ടേരി, ജമാൽ കോരങ്കോട്ട്, സന്ധ്യ കരണ്ടോട്, KT ജെയിംസ്, NK മൂസ മാസ്റ്റർ, KP രാജൻ, KC ബാലകൃഷ്ണൻ, ജാഫർ മാസ്റ്റർ, PM ജോർജ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.